നമസ്കാരം. ഞാൻ ആദ്യം തന്നെ ഒരു കഥ പറഞ്ഞു തുടങ്ങാം. എൻ്റെ അടുത്തൊരു കപ്പിൾ വന്നിട്ടുണ്ടായിരുന്നു. വന്ധ്യത ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നത്. അവർ നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ അത്രയും ദൂരത്തുനിന്ന് ഇവിടെ വരാനുള്ള റീസൺ എന്താ? അപ്പോൾ അവരുടെ നാട്ടിൽ അതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല എന്നും മാത്രമല്ല കേരളത്തിൽ വന്നാൽ ഒന്നും കൂടി നല്ല മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്നുള്ള അവരുടെ ഒരു ധാരണയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനും കരുതി ഒട്ടും ഇത് ഫെർട്ടിലിറ്റി ഒന്നും ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത ഡോക്ടേഴ്സാണ് അവിടെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ അവിടെ റിപ്പോർട്ട് നോക്കി അവരുടെ കേസ് എടുത്തതിന് ശേഷം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ആ പെൺകുട്ടിക്ക് പീരിയഡ് ആയിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമോ 7 വർഷമോ 8 വർഷമൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ പീരിയഡ് തുടങ്ങിയിട്ട് ആകെ 3 വർഷമേ ആയിട്ടുള്ളൂ. അത് തന്നെ ആ കുട്ടി ഓവുലേറ്റ് ചെയ്യുന്നുണ്ടോ, ഓവുലേറ്റ് ചെയ്യുന്നില്ലേ, ഓവുലേഷൻ ഇല്ലാത്ത സാധാരണ വെറുതെ ഒരു ബ്ലീഡിങ് ആണോ എന്നുള്ളത് ഇതുവരെ ഒരു ടെസ്റ്റും ചെയ്ത് നോക്കിയിട്ടുമില്ല. അപ്പോൾ ഇതൊരു ചൈൽഡ് മാരേജോ കാര്യങ്ങളോ ഒന്നുമല്ല. എന്നാൽ ആ കുട്ടിക്ക് ഒരു പ്യൂബർട്ടൽ ചേഞ്ചസ് തുടങ്ങാൻ ഡിലേ ഉള്ള ഒരാളായിരുന്നു. മെച്ചുറേഷൻ ഡിലേ ഉണ്ടായിരുന്നു. ലേറ്റ് ആയിട്ടാണ് പീരിയഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് അതിനെക്കുറിച്ചൊരു ധാരണയില്ല. ബന്ധപ്പെടണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു അണ്ടം വളരണം. പീരിയഡ് ആവണമെന്ന് പോലും നിർബന്ധമുണ്ടെന്ന് ഞാൻ പറയില്ല. എന്നാൽ യൂട്രസിൽ കൃത്യമായിട്ട് ബീജത്തിനും അണ്ടത്തിനും സങ്കലനം ചെയ്തതിന് ശേഷം ഒട്ടിപ്പിടിക്കാനുള്ള ഒരു ലൈനിങ് യൂട്രസിൽ വരണം. അതിന് കൃത്യമായിട്ടുള്ള പ്രൊജസ്ട്രോൺ ഹോർമോൺ അവിടെ വേണം. അതുമാത്രമല്ല ഓവുലേഷൻ വേണം, ക്വാളിറ്റി ഉള്ളൊരു എഗ്ഗ് വേണം, മൂവ്മെൻ്റ് ഉള്ളൊരു ബീജം വേണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ, അതും ഓവുലേഷൻ പീരിയഡിൽ കൃത്യമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രമേ അവർക്ക് കൺസീവ് ആവാൻ സാധിക്കുള്ളൂ. എന്നാൽ കഴിഞ്ഞ 8 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് പീരിയഡ് ആയത് 3 വർഷം മാത്രമല്ല ഇവർ പലപ്പോഴും ഒരുമിച്ചല്ല താമസം. 2 സ്റ്റേറ്റിലായിട്ടാണ്. അയാൾക്ക് വേറൊരു സ്റ്റേറ്റിലാണ് ജോലി. അപ്പോൾ ഇവർ എല്ലാ മാസവും മീറ്റ് ചെയ്യുന്നുമില്ല, കൃത്യമായിട്ട് ബന്ധപ്പെടുന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു മിത്ത് മനസ്സിലാക്കേണ്ട, പലരും കരുതുന്നത് 20 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായി. പക്ഷേ 20 വർഷമായിട്ട് നമുക്ക് കുട്ടികളില്ല എന്നാണല്ലോ അവരിവിടെ വന്ന് പറയുക. പക്ഷേ അതല്ല സത്യം. അവർ എത്ര നാൾ ഒരുമിച്ച് ജീവിച്ചു എന്നുള്ളത് അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഇപ്പം നമ്മുടെ ജില്ലയിൽ തന്നെ ഒരുപാട് പേര് പുറത്താണ് ജോലി ചെയ്യുന്നത്. പുരുഷന്മാർ അധിക പേരും ഗൾഫ് കൺട്രീസിലോ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു വർഷത്തിൽ 3 മാസമോ വർഷത്തിൽ 2 മാസമാണ് ആകെ കാണുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായിട്ടുണ്ടാവും. അപ്പോൾ ടൈം പീരീഡ് ഓഫ് മാരേജ് ഒരിക്കലും ഈക്വൽ അല്ല. കോൺസെപ്ഷന് വേണ്ടിയിട്ടുള്ള ടൈം പീരീഡ് ഓഫ് മാരേജും നിങ്ങൾ ഒരിക്കലും ഒരു ഡോക്ടറോട് സെയിം ആയിട്ട് പറയരുത്. നിങ്ങൾ എത്ര നാൾ ഒരുമിച്ച് നിന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ നിങ്ങൾ 1 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരുമിച്ച് താമസിച്ചു വിത്തൗട്ട് എനി കോൺട്രസെപ്ഷൻ എന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആണ്. എന്നിട്ട് നിങ്ങൾക്ക് കൺസീവ് ആവാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഇൻഫെർട്ടിലിറ്റി ആയിട്ട് കണക്കാക്കിയിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം. അപ്പോൾ പല കേസുകളിലും, ഇപ്പോൾ ഇവിടെ നോർത്തിൽ നിന്ന് ഒരു കേസല്ല, ഒരുപാട് കേസുകൾ ഇത്തരം രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരാറുണ്ട്. ആ കേസുകളിലൊക്കെ തന്നെ ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പല റിപ്പോർട്ടുകളിലും ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ പോലും ചെയ്യാതെയുള്ള, അതും വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് എടുത്ത കപ്പിളിൽ പോലും അത്യാവശ്യം ചെയ്യേണ്ട ടെസ്റ്റുകൾ ചെയ്യാത്തതായിട്ട് കാണാറുണ്ട്. ചുമ്മാ ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റ്സ് കൊടുത്തു വിടുന്ന ഒരു സിസ്റ്റം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. ഒരു പ്രോബ്ലം, ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ട് ഉള്ളൊരു കാര്യമായിട്ടാണ് പലർക്കും തോന്നുന്നത്. ബിക്കോസ് എന്താ, ഒരു 80% ആൾക്കാർക്കും ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഓവുലേഷൻ ഡേയിൽ ബന്ധപ്പെടുന്നതുകൊണ്ട് മാത്രം കൺസീവ് ആവുന്നവരാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും. അതിലൊരു 20% ആൾക്കാർക്ക് ഈ ബുദ്ധിമുട്ടുണ്ട്. ഇത് എന്ന് പറയുന്ന ഒരു സൈക്കിളാണ്. ഇപ്പോൾ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൽ പാർട്ട്ണറിൻ്റെ ബോഡിയിൽ നിന്ന് ബീജം ഉണ്ടായി തുടങ്ങുന്ന അവിടം തൊട്ട് ഫീമെയിൽ പാർട്ട്ണറിൻ്റെ ബോഡിയിൽ അത് ഇംപ്ലാന്റ് ആവുന്നവരെ ഒരുപാട് പ്രോസസ്സ് നടക്കാനുണ്ട്. ഒരുപാട് ഹോർമോൺസ് പ്രോപ്പർ ടൈമിൽ വരാനും പോകാനുമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നടക്കുള്ളൂ. അതും ഏതെങ്കിലും സമയത്ത് ഹോർമോൺ കൂടിയിട്ടും കുറഞ്ഞിട്ടും കാര്യമില്ല. പ്രൊജസ്ട്രോൺ കൂടേണ്ട സമയത്ത് തന്നെ കൂടണം, LH കൂടേണ്ട സമയത്ത് തന്നെ കൂടണം, ഈസ്ട്രോജൻ കൂടേണ്ട സമയത്ത് തന്നെ കൂടണം, കുറയേണ്ട സമയത്ത് കുറയും വേണം. അപ്പോഴേ ഒരു സൈക്കിൾ സ്ത്രീയിൽ തന്നെ മെൻസസ് സൈക്കിൾ പോലും കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം പ്രോസസ്സിൽ ഈ ലിങ്കുകൾ ഒരു ചെയിൻഡ് സംഭവങ്ങളാണ്. ഈ ചെയിനിൽ ഏതെങ്കിലും ഒരു കണ്ണി നിങ്ങൾക്ക് ഓക്കെ അല്ല, ഏതെങ്കിലും ഒരു പാർട്ടിൽ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടം തൊട്ട് ഇഷ്യൂ ആണ്, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ചിലപ്പോൾ നിസ്സാരമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന രോഗം തന്നെ, ഒരു പ്രശ്നം തന്നെ, അതിന് എന്താണ് ഒരു പ്രോബ്ലം, റൂട്ട് കോസ് എന്ന് കണ്ടെത്താതെ അനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ട് വണ്ണം വെച്ച് വരുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. ചില കേസുകളിൽ അനാവശ്യമായിട്ടുള്ള മെഡിസിൻസ്, ഓവർ ബൂസ്റ്റിങ്, ഓവറീസിനെ ഓവറായിട്ട് ബൂസ്റ്റ് ചെയ്ത് ഓവുലേഷൻ ചെയ്യിപ്പിച്ചുകൊണ്ട് വണ്ണം വെച്ചു എന്നുള്ള പരാതി കൊണ്ട് വരുന്നവരുണ്ട്. ചില പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടറെ ഞങ്ങൾക്ക് ഇനി കുട്ടികളാവണമെന്നൊന്നുമില്ല, ഇപ്പോൾ ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ട് എൻ്റെ ശരീരം ആകെ നീര് വന്ന പോലെ ആയിട്ടുണ്ട്, ഇതൊന്ന് മാറ്റി തന്നാൽ തന്നെ വലിയ ആശ്വാസം. ഞാൻ 60 കിലോ ഉണ്ടായിരുന്ന ആളായിരുന്നു, ഇപ്പോൾ 85 കിലോ, എനിക്ക് എൻ്റെ പഴയ വെയിറ്റിലേക്കൊന്ന് വന്നാൽ മതി, കുട്ടികളൊക്കെ അതിൻ്റെ ശേഷം ആയാലും കുഴപ്പമില്ല എന്ന് പറയുന്നവരെയും കാണുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ഒരു കാര്യത്തിന് വേണ്ടി എടുക്കുമ്പോൾ ആ എടുത്തതിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു രോഗം വരാനോ അതിനെക്കൊണ്ട് പേഷ്യൻ്റ് ബുദ്ധിമുട്ടുന്നതോ ഇതിൽ ഒരു അർത്ഥവുമില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്, അതിനാവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ എന്താണ്, അത് ചെയ്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാവും.
ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ കപ്പിൾ വരുമ്പോൾ ഒരുപാട് സംശയങ്ങളായിട്ടാണ് വരിക. അതിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒന്നാണ്, പലർക്കും ഉണ്ടാകുന്ന, സ്ത്രീകളിലുണ്ടാകുന്ന പ്രശ്നം AMH എന്ന ഹോർമോണിൻ്റെ പ്രശ്നമാണ്, ആൻറ്റി മുള്ളേറിയൻ ഹോർമോൺ. ഇത് ചെയ്യാൻ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്, ചെയ്തവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഇത് എഗ്ഗിൻ്റെ എണ്ണമാണ്. ശരിക്കും AMH എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര എഗ്ഗ് ഇനിയുണ്ട്, എത്ര നാൾ നിങ്ങൾ ഓവുലേറ്റ് ചെയ്യാനുള്ള എഗ്ഗ് നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ഒരു ആവറേജ് എത്ര നാളുണ്ട് നിങ്ങൾക്ക് മെനപ്പോസ് ആവാൻ, IVFന് ഇതിൽ എത്ര സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ മാത്രമേ പറ്റൂ. അല്ലാതെ എഗ്ഗ് ക്വാളിറ്റി, എഗ്ഗിൻ്റെ ക്വാളിറ്റി അനലൈസ് ചെയ്യാനുള്ളൊരു ടെസ്റ്റ് അല്ല AMH എന്ന് പറയുന്ന ടെസ്റ്റ്. അതുകൊണ്ട് തന്നെ ഈ AMH ടെസ്റ്റ് ചെയ്തിട്ട് 0.5ൻ്റെ ബിലോ ആണെങ്കിൽ തീരെ റിസൾട്ട് ഇല്ല എന്ന് കരുതുന്നവരാണ് കൂടുതലും. ഡോക്ടറെ AMH തീരെ ഇല്ല, അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല. അങ്ങനെ ഇല്ല. എഗ്ഗിൻ്റെ എണ്ണം കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്നില്ല. ആ എണ്ണം കുറഞ്ഞ എഗ്ഗിലും ഒരു എഗ്ഗെങ്കിലും നമുക്ക് ക്വാളിറ്റിയോടെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയാൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. ഇവിടെ 0.1ലും 0.2ൽ താഴെയുള്ള കേസുകളിലൊക്കെ നമുക്ക് അതുകൊണ്ടാണ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പല കേസുകളും 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളും കൂടെ ആയിരുന്നു. സ്വാഭാവികമായിട്ടും AMH ഏജ് റിലേറ്റഡ് ആണ്, അതാരും മറക്കരുത്. പ്രായം കൂടുന്നതിനനുസരിച്ച് എഗ്ഗിൻ്റെ എണ്ണവും കുറയും, എഗ്ഗിൻ്റെ ക്വാളിറ്റിയും കുറഞ്ഞു വരും. ഒരു ഉദാഹരണത്തിന് 28 വയസ്സുള്ളൊരു സ്ത്രീയും 38 വയസ്സുള്ളൊരു സ്ത്രീയും സ്വാഭാവികമായിട്ടും AMH ആർക്കാണ് കൂടുതലുണ്ടാവുക? AMH കൂടുതലുണ്ടാവാൻ സാധ്യത 38 വയസ്സുള്ള സ്ത്രീക്കാണ്. എന്നാൽ ഈ 28 വയസ്സുള്ള സ്ത്രീ വന്ധ്യതയ്ക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ AMH വളരെയധികം കുറഞ്ഞു. ചിലപ്പോൾ IVFന് വേണ്ടി എഗ്സ് റിമൂവ് ചെയ്തിട്ടുണ്ടാവാം, റിട്രീവ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോർമോണൽ മെഡിസിൻസ് സ്ഥിരമായിട്ട് എടുത്തതിലൂടെ ഡിപ്ലീഷൻ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ 28 വയസ്സുള്ള സ്ത്രീക്ക് എങ്ങനെയായാലും AMH കുറവാണെങ്കിൽ പോലും 38 വയസ്സുള്ള സ്ത്രീനെയും കാട്ടിലും ക്വാളിറ്റി ഉള്ള എഗ്ഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 28 വയസ്സുള്ള സ്ത്രീക്ക് 0.8 AMHും 38 വയസ്സുള്ള സ്ത്രീക്ക് 3 AMH എങ്കിലും AMH ഡെഫിനറ്റ്ലി കൂടുതലാണ് 38 വയസ്സുള്ള സ്ത്രീക്കാണ്. പക്ഷേ എങ്കിലും 28 വയസ്സുള്ള സ്ത്രീയിൽ AMH കുറവാണെങ്കിലും ക്വാളിറ്റി ഉള്ള എഗ്ഗ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രഗ്നൻസിക്കുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 30 വയസ്സിന് മുന്നേ തന്നെ നിങ്ങളുടെ പ്രഗ്നൻസി കംപ്ലീറ്റ് ചെയ്യാനാണ് നോക്കേണ്ടത്. അതിലെന്തെങ്കിലും തകരാറുകൾ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ സംഭവിക്കുന്നില്ല എങ്കിൽ അപ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. ഇനി AMH കൂട്ടിത്തരുമോ ഡോക്ടർ എന്ന് ചോദിച്ചു വരുന്നവരുണ്ട്. ഒരിക്കലും AMH കൂട്ടാൻ പറ്റില്ല. അത് നമ്പർ ഓഫ് എഗ്സ് ആണ്. എഗ്ഗിൻ്റെ നമ്പർ കൂട്ടാൻ പറ്റില്ല, പക്ഷേ ക്വാളിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. ഇത് തന്നെ AMH ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് 3 മാസം മരുന്ന് കഴിച്ച് വീണ്ടും AMH ടെസ്റ്റ് ചെയ്ത് ഡോക്ടർ AMH കുറഞ്ഞല്ലോ എന്ന് പറയുന്നവരുണ്ട്. AMH ഡെഫിനറ്റ്ലി നിങ്ങൾ എഗ്ഗ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് AMH ഡ്രോപ്പ് ആയിക്കൊണ്ടേയിരിക്കും. എന്നാൽ കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരാം. അതിൽ മെച്യൂർ അല്ലാത്ത എഗ്സിനെയൊക്കെ നമുക്ക് ക്വാളിറ്റി വരുത്തുന്നതിലൂടെ കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് AMHൽ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇനി AMH അല്ലാതെ നിങ്ങൾ സ്ഥിരമായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട ഹോർമോൺസിൽ പെട്ടതാണ് ഈസ്ട്രജന്, പ്രൊലാക്റ്റിന്, FSH പോലുള്ള ഹോർമോൺസ്. ഇതിൽ തന്നെ പ്രൊലാക്റ്റിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊലാക്റ്റിൻ ടെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഓവുലേഷൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റൂ. പ്രൊലാക്റ്റിൻ ഒരുപാട് ഹൈ ആയി കഴിഞ്ഞാൽ അത് ഓവുലേഷനെ ബാധിക്കുന്നുണ്ട്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നുണ്ട്, സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ കൂടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വീണ്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് വരികയും നമ്മുടെ ഓവറീസിൽ എഗ്ഗുകൾ കുമിഞ്ഞുകൂടാൻ, അനാവശ്യമായിട്ടുള്ള ഫോളിക്കിൾസ് ഡെവലപ്പ് ആവാനും AMH കൂടാനും PCOD വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സൈക്ലിക്കൽ പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ ഇത് ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ നമ്മൾ ഫിസിക്കലി പേഷ്യൻ്റ് അറിയുന്നത് വണ്ണം വെക്കുമ്പോൾ, അല്ലെങ്കിൽ മുഖത്ത് രോമവളർച്ച വരുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികളില്ലാത്തപ്പോൾ ഈ ഒരു വന്ധ്യത തന്നെ ഒരു വർഷത്തോളമായിട്ട് ബന്ധപ്പെട്ടിട്ടും കുട്ടികളാവാത്ത അവസ്ഥ വരുമ്പോൾ, പീരിയഡ് തെറ്റി തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആർത്തവം ക്രമക്കേടായിട്ട് വരുമ്പോൾ തന്നെ ഓവർ ബ്ലീഡിങ് ഉണ്ടാവുക, തീരെ ബ്ലീഡിങ് ഇല്ലാത്ത അവസ്ഥ വരിക, ക്ഷീണം വരിക, ഹോർമോൺസ് ടെസ്റ്റ് ചെയ്താൽ ഇത്തരത്തിലുള്ള റിസൾട്ടും കിട്ടും. ഇനി ഈ ടെസ്റ്റുകളൊക്കെ നോർമലായ ആൾക്കാരും ഉണ്ടാവും. എല്ലാ ടെസ്റ്റുകളും നോർമലാണ്. പിന്നെ എന്താ പ്രശ്നം? അപ്പോഴും ഉണ്ട്. ഇഡിയോപ്പത്തിക്കായിട്ടുള്ള കോഴ്സുകളുണ്ട്. ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ വരാം. അതിനും നമുക്ക് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് ഓവറോൾ കംപ്ലയിൻറ്റിനെ നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്തിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു രോഗിക്ക് ആകെ മൊത്തമുള്ള ലക്ഷണങ്ങൾ നമ്മൾ കമ്പൈൻ ചെയ്തുകൊണ്ട് ആൾക്കായിട്ടുള്ളൊരു റെമഡി, ഇൻഡിവിജ്വലൈസ്ഡ് റെമഡി അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. നമ്മളിവിടെ വരുന്ന കേസുകളിൽ ഭൂരിഭാഗം കേസുകളിലും നമുക്ക് 30% എന്ന് പറയാം, ഭൂരിഭാഗം എന്ന് പറയുന്നില്ല, 30% കേസുകളിലും റിസൾട്ട് ആദ്യത്തെ 3 മാസം കൊണ്ടാണ് കിട്ടുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമ്മൾ റൂട്ട് കോസ് അനലൈസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ റിസൾട്ട് വരുള്ളൂ. അല്ലാതെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാരണം അറിയാതെ ഇപ്പോൾ ഓവുലേഷൻ നടക്കുന്നില്ല, ഓവുലേഷൻ മാത്രം മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് ഓവുലേഷൻ നടക്കുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഹോർമോൺസ് ടെസ്റ്റ് ചെയ്യണം. ഇവിടെ വരുന്ന പേഷ്യൻസിൽ ഒട്ടുമുക്കാൽ ആൾക്കാർ നമ്മൾ ടെസ്റ്റുകൾ പറയുമ്പോൾ ഡോക്ടറെ അത് ഇനി ചെയ്യണോ, അത് ഒരുപാട് പൈസയാവും. ഡെഫിനറ്റ്ലി നമുക്ക് മനസ്സിലാവും നിങ്ങൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഹോർമോൺ റിസൾട്ടുകളെല്ലാം നമുക്ക് ഒരിക്കലും പഴയ റിസൾട്ടുകൾ വെച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല.
എപ്പോഴും ഓരോ മണിക്കൂറിൽ ഒരു ദിവസം തന്നെ നിങ്ങൾ ഒരു ഹോർമോൺ ടെസ്റ്റ് ചെയ്യുമ്പോൾ പല അവസരങ്ങളിൽ പല രീതിയിലാണ് ആ ഹോർമോൺ ഉണ്ടാവേണ്ടത്, കുറയുകയും കൂടുകയൊക്കെ ചെയ്യണം. അപ്പം നമ്മളൊരു പർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾ ചെയ്ത ഒരു റിസൾട്ട് വെച്ചിട്ട് നമുക്ക് മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ പോസിബിൾ അല്ല. എന്നാൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് അതിലുണ്ടെങ്കിൽ മാത്രമേ ആ ഹോർമോണിൽ തന്നെ ഡിഫറൻസ് വന്നു അല്ലെങ്കിൽ അവിടെ തന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള ഒത്ത റെമഡീസ് തരാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ കല്യാണം കഴിച്ചിട്ട് കുട്ടികളാവാത്തവരെക്കാട്ടിലും വിഷമാണ് അടുത്തുള്ള ആൾക്കാർക്കും ബന്ധുക്കൾക്കും അയൽവാസികൾക്കും എല്ലാം. അപ്പോൾ കൂടുതൽ സ്ട്രെസ്സാണ് പ്രശ്നം വരുന്നത്. മറ്റുള്ളവരുടെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ട്രീറ്റ്മെൻറ്റിന് തന്നെ വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന പല ആൾക്കാരും നല്ല രീതിയിൽ കല്യാണത്തിനൊക്കെ അണിഞ്ഞൊരുങ്ങിയ രീതിയിൽ പലരും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇവർ വീട്ടിൽ പറയുന്നത് വന്ധ്യതാ ചികിത്സയ്ക്ക് വന്നു എന്നല്ല, അതിപ്പോഴും ഒരു സോഷ്യൽ സ്റ്റിഗ്മയാണ്. വന്ധ്യതാ ചികിത്സയ്ക്ക് വന്നു എന്ന് പറയും, മറ്റുള്ളവരോട് പറയണം, നാട്ടുകാരറിയും. ഇനി വന്ധ്യതാ ചികിത്സയിലൂടെ തന്നെ ഒരു കുട്ടി ഉണ്ടായാൽ അതും അവർക്കൊരു നാണക്കേട് പോലെയാണ് തോന്നുന്നത്. പിന്നെ മറ്റുള്ളവരോട് പറയാതിരിക്കാൻ വേണ്ടി, ഇന്നൊരു ട്രീറ്റ്മെൻറ്റ് വന്നാന്ന് പറയാതിരിക്കാൻ വേണ്ടി ഒരു കല്യാണത്തിനോ എൻഗേജ്മെൻറ്റിനോ കുരുങ്ങി പോകുന്ന രീതിയിൽ വരുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഇത് എന്തുകൊണ്ടാണ്? നിങ്ങൾ സോഷ്യലി ഒരു റെസ്ലെസ് ആയതുകൊണ്ടാണ്. അവർ റെസ്ലെസ് ആയതുകൊണ്ടല്ല, സോഷ്യലി മറ്റുള്ള ആൾക്കാർ, ഇവരായിട്ട് ഇടപഴകുന്ന ആൾക്കാർ, ഫാമിലി ആവാം, റിലേറ്റീവ്സ് ആവാം, നെയ്ബേഴ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, ആരായിക്കൊള്ളട്ടെ, ഇവർ ഇമോഷണലി നമ്മളിത് ചോദിക്കുന്നതിലൂടെ ഇവർക്ക് സ്ട്രെസ്സ് കൂടുകയുള്ളൂ. അത് ഇൻഫാക്റ്റ് അവരുടെ ഹോർമോൺസിനെ, മൊത്തത്തിലുള്ള ഹോർമോൺ ബാലൻസിനെ ബാധിക്കും. വീണ്ടും നമ്മൾ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ വന്ധ്യത എന്ന് പറയുന്നത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് മിസ്കോൺസെപ്ഷൻസ് ഉണ്ട്, ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണകളുണ്ട് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച്, ഓരോ ഹോർമോൺസിനെ കുറിച്ച്, അതിൻ്റെ വാല്യൂ എങ്ങനെ നിൽക്കണം എന്നുള്ളതിനെക്കുറിച്ച്. നിങ്ങൾ പെത്തോളജിക്കലി ഇതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡോക്ടറുടെ ഹെൽപ്പോടെ നിങ്ങൾക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.